കേൾക്കുന്നത്. നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയാലോ? ലഹരി കവർന്നെടുത്ത ഈ കെട്ടകാലത്തിന് മുൻപുള്ള അലക്സിന്റെ മധുരമൂർന്ന ചില ഓർമ്മകളിലേക്ക്. സീൻ 3. ശേഷം അലക്സ് ഓഫീസിലേക്ക്. ഒന്നും പറയണ്ടടാ, വീട്ടിലൊരു സമാധാനം ഇല്ല. എപ്പോഴും ഭാര്യയായിട്ട് വഴക്കാം. രണ്ടടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ടല്ലോ. പോവാ കിടന്നുറങ്ങും. വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മോളായിട്ട് സിനിമയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞു. ഏതാ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്റെ ഫ്രണ്ട് ഹരി, അവൻ നാളെ ഗൾഫ് പോവാണ്. അവന്റെ വക ഒരു പാർട്ടി ഉണ്ട്. നിന്നെ വിളിച്ചിരുന്നില്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നിരിക്കുകയായിരുന്നു. നമുക്ക് തന്നെ അവിടെ പോയി വരാം. ഞാനില്ലടാ, ഞാൻ മോളോട് പറഞ്ഞു സിനിമയ്ക്കൊക്കെ പോവാന്ന്. വാടാ, ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി മുഖം കാണിച്ചിട്ട് പോരാ. ഇല്ലടാ, ഞാനില്ല. ഒന്ന് ഇതാ പോയി ദേവന്നു, അത് ഇത്രയേ ഉള്ളൂ. വേഗം പോയി വരാം. പോയി വരാം. ഓക്കെ, ശരി. സീൻ 4. ചില കൂട്ടുകെട്ടുകൾ, ചില സാഹചര്യങ്ങൾ ചിലപ്പോഴെല്ലാം അതിജീവിക്കാൻ മനുഷ്യനായെന്ന് വരികയില്ല. 1000 നീരാളികൈകളുള്ള ഒരു മഹാവിപത്താണ് ലഹരി. ആ ലഹരിയെ എതിർത്ത് അതിനോട് വേണ്ട എന്ന് പറയാൻ അലക്സിന് കഴിഞ്ഞു. ആ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയാലോ? എപ്പോഴെങ്കിലും ഒക്കെ അതൊന്നും കുഴപ്പമില്ല. ഭാര്യനെ ഇങ്ങനെ പേടിച്ചാലും ഇന്നൊരു ദിവസമല്ലേ ഹലോ, പോയി കിടക്കുക. നേരത്തെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബിസി ആയിട്ട്. ഹലോ, ശരി, മനുഷ്യൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ പണ്ടപ്പോഴോ നിറഞ്ഞു നിന്നിരുന്ന ചിരിയുടെ അരകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അച്ഛൻ വാങ്ങിത്തരാമെന്നേറ്റ സാധനങ്ങൾ കിട്ടാതെയായി. അവളുടെ കൊഞ്ചലുകൾ പതിയെ കരച്ചിലായി മാറി. അതെ, അലക്സിന്റെ വൈഫാണ്. അയ്യോട്ട് ജോലിക്ക് പോയതാണല്ലോ. അവൻ വന്നിട്ടില്ലേ? ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ലഹരിയുടെ ഉപയോഗം ഒരു മനുഷ്യനെ പതിയെ പതിയെ ഇല്ലാതാക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്നും കണ്ടെടുത്ത അലക്സിന്റെ ചികിത്സയെ കുറിച്ച് ഡോക്ടർ പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണ പോലെ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മൂലം അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അതുകൊണ്ടൊരു ആസക്തിയാകുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ആസക്തി അഥവാ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ആൽക്കഹോളിന്റെ കാര്യത്തിൽ മദ്യത്തിന്റെ കാര്യത്തിൽ മദ്യത്തിന് ആസക്തി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയും. അലക്സിന് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്നൊരു അവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഒരു 6 ലക്ഷണങ്ങൾ ഒരാൾ ഒരു വർഷത്തിനുള്ളിൽ ഈ 6 ലക്ഷണങ്ങളിൽ 3 പോസിറ്റീവായിട്ട് കണ്ടെത്തുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന അസുഖം സ്ഥിരീകരിക്കാൻ വയ്യാണ്. അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു സദാസമയം, ഒന്നാമത്തെ ലക്ഷണമായിട്ട് സദാസമയം മദ്യം കുടിക്കണം. മദ്യത്തെ തന്നെ കുറിച്ചുള്ള ഓർമ്മ, ഊണിലും ഉറക്കത്തിലും ഓഫീസിൽ ചെന്നാലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും മദ്യത്തിന്റെ ചിന്തയായിരിക്കും അയാളുള്ളത്. പിന്നെ നമുക്ക് ആദ്യം ഒരു ചെറുതായിട്ട് തുടങ്ങി ഒരു അരമണിക്കൂറുകളിൽ തീർക്കാം. ഇപ്പൊ തന്നെ നമ്മൾ കൂട്ടുകാരുടെ കൂടി ആദ്യം അലക്സ് കുടിക്കാൻ തുടങ്ങി. പക്ഷെ അത് പിന്നീട് അത് സ്ഥിരമായി ശീലിച്ചു. അരമണിക്കൂറിൽ തീർക്കാമെന്നുള്ളത് നിരന്തരമായ സമയം കുറിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോട് പോകും. പിന്നീടാണ് ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ എമൗണ്ടിലാണ് അലക്സ്, ഒരു 30 മില്ലിയൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് അതൊരു 60, അടുത്ത മാസം ആകുമ്പോൾ ഒരു 60 മില്ലി ആയെങ്കിൽ അതിന്റെ ലഹരി അലക്സിനെ കുറിച്ചുള്ള ഏതൊരു വ്യക്തിക്കും കിട്ടത്തില്ല. അപ്പൊ അതിന്റെ എമൗണ്ട് കൂട്ടും. അങ്ങനെ ഏറ്റവും എമൗണ്ട് കൂട്ടി അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ്. പിന്നെ നാലാമത് അലക്സിന്റെ കാര്യത്തിലുള്ള നാലാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയപ്പെടുന്നത് വിഡ്രോവൽ സിംപ്റ്റംസ്. അതായത് നമ്മൾക്ക് കുറച്ച് ദിവസം കുടിച്ചോണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കുടിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലോട്ടാകുന്നുണ്ട്. അപ്പൊ അലക്സിനെ സംബന്ധിച്ച് അലക്സിന് കിട്ടിയില്ല. ഒരു ദിവസം 2 ദിവസം 3 ദിവസമായിട്ട് അലക്സ് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിൽ ഒരു 8 മണിക്കൂറിൽ ചെറിയ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതായത് ദേഷ്യം, ഉത്കണ്ഠ, ക്ഷീണം, വിശപ്പില്ലായ്മ, വയറുവേദന, ഓക്കാനം, ഛർദി, വിഷാദമായിട്ടിരിക്കുക, പിന്നെ ഹൃദയമിടിപ്പ് കൂടുക, വിറയൽ അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ചെറിയ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ 1 തൊട്ട് 3 ദിവസത്തിനുള്ളിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കം കൂടും, ദേഷ്യം കൂടും, അപസ്മാരം, അസാധാരണമായ പേടി, അസാധാരണ ശബ്ദം കേൾക്കും, രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കഴിയില്ല, നമ്മുടെ കട്ടിലടിയിലൊന്നും പാമ്പല ആരെയോ ഉപദ്രവിക്കാൻ തന്നെ വരുന്നത് പോലെ തോന്നും, നമ്മൾ മാരക ആയുധങ്ങളൊക്കെ തലയുടെ അടിയിലൊക്കെ സൂക്ഷിച്ച് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഈ 1 മുതൽ 3 ദിവസം വരെ കിട്ടാതെ വരുമ്പോഴും. വീണ്ടും ഇപ്പൊ അലക്സിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ കൂടി ഡെലിവറി പ്രിവെൻസ് ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അതായത് അത് വളരെ സങ്കീർണത കുറച്ചുകൂടെ കൂടിയ ഒരു അവസ്ഥയാണ്. അലക്സിനെ സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കാമെന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ പ്രവർത്തിക്കും, അസാധാരണമായി കേൾക്കുന്നു, കാണുന്നു. പിന്നെ വേറെ ആളുകൾ നമ്മൾ വേറെ എന്തോ മുറിയിൽ എന്തോ പേടിപ്പിക്കുന്ന പോലെ ഉണ്ടെന്നും അലക്സ് എന്നോട് പറയുകയുണ്ടായി. വേറെ എന്തോ കാണുന്നതിന് എപ്പോഴും ചെവി കുത്തി പിടിച്ച പോലെ കാണുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ എന്നോട് പറഞ്ഞു. അതുപോലെ നിങ്ങളെ ആരും ഉദ്ധരിക്കാൻ വരുന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി കാവലിരിക്കും. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഡെലിവറി പ്രിവെൻസ് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അലക്സ് ഉള്ളത്. പിന്നെ ആയിട്ടുള്ള ഇപ്പം നമ്മൾ 4 ക്രൈറ്റീരിയ പറഞ്ഞു. ഇനിയിപ്പോൾ 5ാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയപ്പെടുന്നത് മദ്യപാനം ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നതെന്ന് വിചാരിക്കും. അതായത് വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സങ്കടമായാലും സന്തോഷമായാലും മദ്യത്തിലാണ് ആ വ്യക്തി ആഹ്ലാദം കാണിക്കുന്നത്. പിന്നെ 6ാമതായിട്ട് പറയപ്പെടുന്നത് ഇതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ആ വ്യക്തിക്ക് അറിയാം. അവന്റെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് അറിഞ്ഞിരുന്നാൽ പോലും മദ്യം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഈ 6ലും അലക്സിനെ സംബന്ധിച്ച് 3ഓ 4ഓ പോസിറ്റീവായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അലക്സിനെ അപ്പം ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്നൊരു അസുഖത്തിലോട്ടാണ് പോയിരിക്കുന്നത്. അലക്സ് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചികിത്സയുണ്ട്, കൃത്യമായിട്ടുള്ള ചികിത്സ ഇതിനുണ്ട്. അപ്പൊ ചികിത്സാ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളും കൂടുതൽ ചികിത്സയ്ക്കൊപ്പം നിൽക്കണം. കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. രോഗിയെ തന്നെ വിചാരിക്കണം, ഏറ്റവും കൂടുതൽ വിചാരിക്കേണ്ടത് രോഗിയാണ്. എനിക്കത് മാറ്റണമെന്ന് പൂർണ്ണമായിട്ടും രോഗി വിചാരിക്കണം. അതിനൊപ്പം കുടുംബാംഗങ്ങളും രോഗിയുടെ ഒപ്പം നിന്ന് രോഗിയുമായിട്ട് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ കിടന്ന ചികിത്സയാണ് തന്നെ നിർബന്ധമായിട്ട് വേണം. ആശുപത്രി
പറഞ്ഞുതരാം. ഇതിന്റെ ചികിത്സാ രീതി 14 തൊട്ട് 21 ദിവസമാണ് ചികിത്സാ രീതിയായിട്ട് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കിടത്തി ചികിത്സിക്കുമ്പോൾ ആദ്യത്തെ ഒരു 7 തൊട്ട് 10 ദിവസം വരെ ഡീടോക്സിഫിക്കേഷൻ ഫേസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ വ്യക്തിയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ അളവുണ്ട്. അപ്പോൾ മദ്യത്തെ നിർവീര്യമാക്കുകയാണ് ആദ്യത്തെ ഫേസിൽ ചെയ്യുന്നത്. ആ സമയത്ത് നിർവീര്യമാകുമ്പോൾ മദ്യമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നേരത്തെ പറയുന്നു വിഡ്രോവൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ പറയുന്നു. അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ അതായത് അവസ്മാരം കാണപ്പെടും, വിരൽ കാണുമ്പോൾ ബോധമില്ലാതെ നടക്കും. അപ്പോൾ ആ അവസ്ഥയിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം രോഗിക്ക് ആവശ്യമുണ്ട്. ഒപ്പം അതിനുള്ള മരുന്നുകൾ നമ്മൾ ആശുപത്രിയിൽ നിന്ന് രോഗിക്ക് കൊടുക്കും. ഇഞ്ചക്ഷൻ രൂപേണ, ടാബ്ലറ്റ് രൂപേണ ഒക്കെ കൊടുക്കും. അപ്പോൾ ആ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞ് ഒരു 7 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ സമയത്ത് പേഷ്യന്റ് വിഡ്രോവൽ സിംറ്റംസ് അവർക്ക് എമർജൻസിയുടെ ഹോസ്പിറ്റൽ വീട്ടിൽ വെച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പറ്റില്ല. രണ്ട് ചികിത്സ നിർബന്ധമായിട്ടും വേണം. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുമ്പോൾ ഡി അഡിക്ഷൻ ഫേസ്. അതിനകത്ത് നമ്മൾ മരുന്നുകളോടൊപ്പം രോഗികളുടെ ചികിത്സയുണ്ട്, ഗ്രൂപ്പായിട്ടുള്ള ചികിത്സയുണ്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ളവർക്ക് ഉണ്ട്. പിന്നെ ഇത് സ്വഭാവത്തിലുള്ള രൂപീകരണത്തിന് കുറച്ചുള്ള അതൊക്കെ നമുക്ക് വഴിയെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. നിങ്ങളോട് 21 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം തീരുന്നില്ല, ഒരു 6 മാസത്തെ ചികിത്സ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാറ്റാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സഹായിക്കും. കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റും വേണം. ഒപ്പം നിങ്ങളുടെ സഹോദരങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്യക്തിനെ പഴയ രീതിയിലൂടെ തന്നെ തുടരാം. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുണ്ട്. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഫോളോ അപ്പ് നമ്മൾ കൃത്യമായിട്ട് OPD വരാൻ പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്വഭാവ വിവരണമുള്ള കൗൺസിലിംഗ് സെൻ്ററുണ്ട്, സൈക്കോളജിസ്റ്റ് സേവനമുണ്ട്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. താലൂക്കാശുപത്രിയുള്ള ആശുപത്രികളുടെ സേവനം ലഭ്യമാണ്. സീൻ 7. അലക്സ് 21 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയി കൗൺസിലറിനെ കാണും. ഏകദേശം ഒരു 2 വർഷത്തോളം ഉണ്ട്. അപ്പം ഒരു 6 മാസം കൂടി മരുന്ന് കഴിക്കേണ്ടി വരും. ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ തരും. അപ്പോൾ ആ മരുന്നുകളൊക്കെ മുടങ്ങാതെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം. അപ്പം ഡോസ് അഡ്ജസ്റ്റ് ചെയ്താണ് തരുന്നത്. ആദ്യം കൂടിയ ഡോസ് പിന്നെ കുറച്ച് വന്നിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഈ ഡ്രഗിൻ്റെ ഡോസൊക്കെ ഇങ്ങനെ കുറയ്ക്കാതെ നിർത്തരുത്. ഒരിക്കലും മരുന്നുകൾ നിർത്തരുത്. പിന്നെ നമ്മൾ ചിലപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്നൊക്കെ OPD വരാൻ പറയും. പിന്നെ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വരാനും പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അലക്സിനെ. ഫാമിലിയുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതായത് അപ്പോൾ വീട്ടിൽ ജോലിക്ക് വിടണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആക്കണം. അപ്പം മോളുടെ വേറെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഏൽപ്പിക്കണം. കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഗേഡ് ചെയ്യാനൊക്കെ ഏൽപ്പിക്കണം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്ക് അങ്ങനെയൊക്കെ യോഗയൊക്കെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അത് പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാനും TV കാണാനും പാട്ട് കേൾക്കാനും അപ്പോൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ എല്ലാവരും നല്ലോണം സംസാരിച്ച് ഇപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ആയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഭയങ്കര കൂട്ടുകെട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഫ്രണ്ട്സ് എല്ലാം വരുമ്പോഴൊക്കെ ഒരു 6 മാസത്തേക്ക് പുറത്തോട്ട് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ട്, പാർട്ടിയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ വന്ന് വിളിക്കും. അപ്പം അവരുടെ അടുത്ത് ഞാൻ നിങ്ങൾ 6 മാസത്തേക്ക് ഇതായി ചികിത്സയുടെ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ലാന്ന് പറയാം. അപ്പോൾ അവരോട് നമ്മൾ പറയാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥനായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ സപ്പോർട്ട് വേണം. പിന്നെ അതെന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ മദ്യം ഉപയോഗിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിക്കുന്നതോ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ക്രേവിങ്സ് വരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു 6 മാസത്തേക്ക് ഫ്രണ്ട്സുകൾ അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്ന് കളിയാക്കുകയും നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്, നീ ആണാണോ, നീ ഒത്തിരി മദ്യം കഴിച്ചില്ലേ, പിന്നെ ഞാനോട് ഇത്രയും നാളും കൂടിയിരുന്നതല്ല ഇപ്പം എന്താ കൂടാതെ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാ അലക്സ് അത് എല്ലാം ഇതെല്ലാം എനിക്ക് ഇതൊന്നും വേണ്ടാന്നൊരു തീരുമാനം സ്വന്തമായിട്ട് അലക്സിന് ഉണ്ടാകണം. അപ്പോൾ
അങ്ങനെ അലക്സ് മദ്യം എന്ന മഹാവിപത്തിൽ